വാർഡിൽ ആണുങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. വെറുതെ അല്ല, മെമ്പറുടെ ഭർത്താവ് അപ്പുറത്തെ വാർഡിലെ കള്ളി ഷാപ്പിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് കള്ളു കുടിച്ചിട്ട് അവിടെ ഇരുന്ന് തെറി വിളിക്കണത്. മിണ്ടരുത്. അല്ലെങ്കിൽ തന്നെ ഈ വാർഡിൽ ആരാ നിങ്ങളോട് മിണ്ടണത്? നിനക്കൊരു കാര്യം അറിയോ? ഇവർക്ക് ഞാനൊരു കക്കൂസിന്റെ അപേക്ഷ കൊടുത്തതിന് ശേഷം ഇവരെന്നെ കണ്ടാ മിണ്ടത്തേ ഇല്ല. അതെ, നിർത്ത്. ഇവിടെ എന്താ പ്രശ്നം? എന്റെ വാർഡിൽ എന്തോ പ്രശ്നം മണക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? കണ്ടോ പ്രശ്നമുണ്ട് പറയും. ഒരു ബെല്ലോ. അല്ല, എന്താ പ്രശ്നം എന്ന് പറയാം? അല്ല, വേറൊന്നുമല്ല. ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ ഇതേ ഇവിടെ അവിടെ മാറി നിക്കറ വയറും ബാഗ്, ഒരു ബാഗ് ഇവിടെ ആളില്ലാതെ ഒരു ബാഗ് അനാഥമായിട്ടിരിക്കുന്നു. ഈ ബാഗോ? ആ, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. എന്തോ വിലപിടിപ്പുള്ള എന്തോ സംഭവം തോന്നണം. അപ്പൊ ഞങ്ങളിത് എന്താ ഞങ്ങളിപ്പം അതെ ഇരുന്നോട്ടെ. മെമ്പർ രാഷ്ട്രീയത്തിലുള്ളത് ഒരു ബലമാണ്. കുലുങ്ങുന്നുണ്ട്. എന്താ കോമഡി ബാഗാണെന്നോ? ഈ ബാഗായിരുന്നോ നിങ്ങളുടെ പ്രശ്നം? ഞാനുണ്ടല്ലോ, ഇതെത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ ആദ്യം വന്ന ഞാനാണ്. 7 മണിക്ക് ഞാനിവിടെ വന്ന. ഇത്രയും സമയമായിട്ട് ഇത് തിരക്കി ആരും വന്നിട്ടില്ല. 7 മണി അല്ലേ? 7 മണിക്ക് ഞാൻ ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് സമ്മേളനത്തിന് പോയതാ. തിരിച്ചു വന്നിട്ട് എടുത്തോണ്ട് പോവാല്ലോ. ശരി, എന്തായാലും ഇതിന്റെ പേരിൽ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിച്ചു. സോറി. ഇനി വന്നാട്ടെ. അത് മെമ്പറിന്റെ ബാഗ് ആണെങ്കിൽ അതിന്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. എന്താ ഉള്ളത് ഇതിനകത്താ? പാർട്ടി ഫണ്ട്. അത് പണ്ട് അതൊക്കെ പണ്ട്, ആ നമ്പരൊക്കെ പണ്ട്. ഇപ്പൊ ഇവിടെ നോക്കൂല. സത്യത്തിൽ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ മെമ്പർക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞല്ലോ പാർട്ടി ഫണ്ടാണെന്ന്. എത്ര രൂപയുണ്ട്? അത് പിന്നെ പാർട്ടി ഫണ്ടല്ലേ, നമുക്ക് കണക്കുണ്ടാവില്ലല്ലോ. രാഷ്ട്രീയ കളിയാണല്ലോ അല്ലേ? ആ കളി ഞങ്ങളുടെ അടുത്ത് വേണ്ട. ബാഗോടെ വെച്ചേ. ആദ്യം കണ്ട അവനാണ് വീണെടുത്ത് കിടന്നവരല്ല അധികം കേട്ടാ, മണ്ണ് പറ്റും. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളിത് ബാഗ് കൂട്ടത്തിൽ ചേരുന്നുണ്ടോ? ഉണ്ട്. എന്തായാലും നിങ്ങള് എന്റെ ബാഗെല്ലാം ഒന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇതിനകത്ത് എന്താ? ഇതിനകത്ത് എന്താന്നറിയില്ല. നല്ല കനമുണ്ട്, തുറന്നു നോക്കിയില്ല. അന്നെങ്കിൽ കാശ് അല്ലെങ്കിൽ സ്വർണം. കാശല്ലെങ്കിൽ സ്വർണം. അതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് എന്തായാലും അത് നമുക്ക് ഭാഗിച്ചങ്ങെടുക്കാം.